ഒത്തിരി സന്തോഷമുള്ള ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ നിൽപ്പാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഓർമ്മിപ്പിച്ചതുപോലെ വാസ്തവത്തിൽ ഈ യോഗം ചില മാസങ്ങൾക്ക് മുൻപ് നടക്കേണ്ടതാണ്. എന്നാൽ വോക്കൽ കോഡിൻ്റെ പ്രയാസം വെച്ചാൽ വളരെ സാരമായിട്ട് തന്നെ ആ പ്രയാസം നേരിട്ടു. ഏതാണ്ട് 3.5 മാസം ശബ്ദമില്ലാതെ ഭവനത്തിൽ എഴുത്തും പഠനവും പ്രാർത്ഥനയുമായി മാത്രം ഇരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറ്റപ്പെട്ടു. അത് ചെറുതല്ല. എൻ്റെ സ്ഥലം സഭയിലും എനിക്ക് പോയിരിക്കാം എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ വോക്കൽ കോഡ് അത്രയ്ക്കും ഡാമേജ് ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിക്കുകയും ആ രീതിയിൽ ഓർക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, പല ഡോക്ടേഴ്സിനെ, ഒന്നിലധികം ഡോക്ടേഴ്സ് നോക്കിയിരുന്നു. ഏതാണ്ട് 5 ഡോസ് ആന്റിബയോട്ടിക്സ് എടുത്തു. എൻഡോസ്കോപ്പിയും 5 എടുത്തു. എന്നോട് പറഞ്ഞു പ്രസംഗം മറന്നേരെ, അത് പോയി. പക്ഷെ അത് ദൈവത്തിന്റെ ഹിതം പോലെ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒടുവിൽ ഒട്ടും സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലം സഭയിലെ ഒരു സഹോദരൻ, ഹോമിയോ ഡോക്ടറിനെ, എനിക്ക് സാധാരണ ഹോമിയോ അത്ര ഏൽക്കാറില്ല, അതിലൊക്കെ ദൈവത്തിന്റെ കരങ്ങളാണ് എന്നെനിക്കറിയാം. അത് ദൈവഹിതമാണെങ്കിൽ ആ ചിന്ത മനസ്സിലേക്ക് ആഴത്തിൽ വന്നു. അപ്പൊ എൻ്റെ അടുത്ത് ആദ്യമേ അദ്ദേഹം പറഞ്ഞ കാര്യം, 6ാമത്തെ ദിവസം ശബ്ദം വന്നില്ലേ പിന്നെ ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട, ഇവിടെ പോയിട്ടും കാര്യമില്ല, ആ പ്രസംഗം എന്നുള്ളത് ജീവിതത്തിൽ നിന്ന് മറന്നേക്കാം. പക്ഷെ 3ാമത്തെ ദിവസം ദൈവം എനിക്ക് ശബ്ദം തിരിച്ചു തന്നു. അത് കർത്താവിന്റെ കൃപയാണ്. നമ്മുടെ യാതൊരു കഴിവും അതിനകത്ത് പറയാനായിട്ടില്ല. നിങ്ങൾ എല്ലാവരോടും പ്രാർത്ഥിച്ചതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. ഒത്തിരി പേരെ, മിക്കവാറും എല്ലാവരെയും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, കാരണം ആരെയും ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്നേഹത്തിന്, ഈ സ്ഥലം സഭ നൽകിയ സ്വീകരണത്തിന് ദൈവദാസന്മാരോട്, സഭയുടെ ശുശ്രൂഷകന്മാരോട്, ദൈവജനത്തോടൊക്കെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. വാസ്തവത്തിൽ ഒരു മീറ്റിങ്ങിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഹോളിനുള്ളിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പപ്പയുടെ കൂടെ കുമ്പനാട് കൺവെൻഷന് ഒരു ദിവസം വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുമ്പനാട് കൺവെൻഷന് വരുന്നത് പ്രസംഗനായിട്ടാണ്. ഞാൻ അല്ലാതെ വാസ്തവത്തിൽ ഹോളിനകത്ത് ആദ്യമായിട്ട് ഇന്നാണ് കയറുന്നത്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പിതാക്കന്മാരുടെ ഓർമ്മകൾ, ഞങ്ങളുടെ വല്യപ്പച്ചന്മാരും പുലാടുകാരാണ്. ജെയിംസ് അച്ഛൻ്റെ ഉപ്പാപ്പനാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആ രീതിയിലൊക്കെ കർത്താവ് ഈ സ്ഥലത്ത് തരുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേരിവിടെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തോടെയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിൽക്കുന്നത്. ശബ്ദം ഒത്തിരി കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു യോഗത്തിന് പോയപ്പോൾ ഇറങ്ങിയപ്പോൾ ആ സ്ഥലത്ത് ഒരല്പം 2 തുള്ളി മഴത്തുള്ളി തലയിൽ വീണതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസം ശബ്ദത്തെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ 3 രാത്രിയിലും ദൈവം നമുക്ക് കൃപ തരും എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നമ്മുടെ വിഷയം എന്താണെന്ന് നമുക്കറിയാം എന്നതാ. ഞാൻ ഒരു കാര്യം ആദ്യം പറയുകയാണ്, എല്ലാവരും ചേർന്ന് ഉത്തരങ്ങൾ പറയാം. ഇല്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും, പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഒരുമിച്ച് വേണം നമുക്ക് വാക്യങ്ങൾ വായിക്കാനായിട്ട്. ഇത് ഒരു ക്ലാസ് ആണ്. എന്നെക്കാൾ നന്നായി ദൈവവചനം അറിയാവുന്ന പ്രിയപ്പെട്ടവരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നതിന് ബോധ്യം എനിക്കുണ്ട്. എന്നാൽ ഈ 3 രാത്രികളിൽ ദൈവം അതിനെ നിയോഗിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ അതിന് ധൈര്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും നമ്മുടെ വിഷയം? ഒന്ന് പറ. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. എല്ലാവരും ചേർന്നെടുക്കണം, എല്ലാവരും ചേർന്ന് വായിക്കണം. ഒരുമിച്ച് വായിക്കാൻ പറയുമ്പം താളം തെറ്റിക്കാതെ വായിക്കണം. ആ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം 24, 25 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഇന്നു മുതൽ ബുധനാഴ്ച രാത്രി വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്നത്. വിഷയം തീർക്കാനായിട്ട് ഞാൻ ഓടിക്കുകയല്ല. ദൈവാത്മാവ് എനിക്ക് തരുന്ന പ്രകാശം അനുസരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 24 and 25. എബ്രായ ലേഖനം 10-ാം അധ്യായം 24, 25 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. എടുത്തു എന്ന് വിശ്വസിക്കുക. ഒരുമിച്ച് വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ
നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. അവിടെ ഒരു പദപ്രയോഗമുണ്ട്. ആദ്യത്തെ വാക്യത്തിൽ 24-ാം വാക്യത്തിൽ ചിലർ ചെയ്യുന്നത് പോലെ എന്നാ ചെയ്യരുത്? ക്ലാസ് ആണല്ലോ. എന്നാ ചെയ്യരുത്? സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. അത് വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടുന്ന ഒരു കാലഘട്ടം. ഇത് നമുക്കറിയാത്തതല്ല സഭായോഗത്തെ എന്ത് ചെയ്യരുതെന്ന്, ഉപേക്ഷിക്കരുതെന്ന് അറിയാത്ത ആരും നമ്മുടെ സ്ഥലം സഭകളില്ല. പക്ഷേ ഈ കാലഘട്ടങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവസഭയുടെ യോഗങ്ങളെ ഉപേക്ഷിക്കുന്ന പ്രവണത പല കാരണങ്ങൾ കൊണ്ട് മിക്കവാറും എല്ലായിടത്തും ബഹുഭൂരിപക്ഷത്തിലേക്കും പടർന്നു പന്തലിച്ചിട്ടുണ്ട്. അതിന് പല ന്യായങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന എത്ര പേര് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്? ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കൽപ്പന പാലിക്കാനായിട്ടുള്ളതാണ്, അല്ലയോ? ആ കൽപ്പന എന്ത് ചെയ്യാനുള്ളതാണ്? പാലിക്കാനായിട്ടുള്ളതാണ്. കൽപ്പനയുടെ ലംഘനം എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള ശിക്ഷകൾക്ക് മുഖാന്തരമായി തീരുന്നതാണ്. ഈ വിഷയം പഠിച്ചു വരുമ്പോൾ ഞാൻ ഏറെ ഭയത്തോടെയാണ് ഇന്ന് രാത്രിയിലും കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത 2 രാത്രിയിലും ഈ വിഷയമായിട്ട് നിൽക്കുന്നത്. വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിന്റെ കൽപ്പനയാണ് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നുള്ള വിഷയം. നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് സഭയുടെ യോഗത്തിന് മുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിഷയമായിട്ടൊന്നും കാണാറില്ല. അനേക കാരണങ്ങൾ പറഞ്ഞ് സഭായോഗങ്ങളെ മുടക്കുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ മധ്യത്തിൽ ഞാൻ ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്കൊരു പിൻതലമുറയുണ്ടായിരുന്നു. ശരിയല്ലേ? ഒരു യോഗം പോലും മുടക്കാത്ത, ഒരു യോഗത്തിന് മുടങ്ങിയാൽ ഗുരുതരമായ തെറ്റായി കാണുന്ന ഒരു സഭായോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ഞായറാഴ്ച മാത്രമല്ല നമ്മൾ അതിലേക്ക് വരും, ഒരു സഭ ക്രമീകരിക്കുന്ന ചെറുതും വലുതുമായ യോഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറ നമുക്ക് മുൻപേ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ ബാല്യകാലം ഓർമ്മയുണ്ട്. ഒരു സഭയുടെ യോഗം മുടങ്ങിയാൽ നിശ്ചയമായിട്ടും അന്ന് യോഗം കഴിഞ്ഞ് സഭയുടെ ശുശ്രൂഷകന്മാർ ആ ഭവനത്തിലേക്ക് ചെല്ലുകയും എന്തുകൊണ്ട് യോഗത്തിന് വന്നില്ല എന്നുള്ള ചോദ്യം ആ ഭവനത്തിൽ മുടങ്ങിയവരോട് നിർബന്ധമായും ചോദിക്കുമായിരുന്നു. ശരിയല്ലേ? ഇന്നങ്ങനല്ല. ആത്മഭാരമുള്ള ആത്മീക നേതൃത്വത്തിന്റെ ഒരു കുറവ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. വിശ്വാസികളെ സംബന്ധിച്ച് ആത്മീകരായ നേതൃത്വം പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന വിശ്വാസ സമൂഹവും വല്ലാതെ വർദ്ധിച്ചു വരുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവിന് അത് പ്രസാദകരമായിട്ടുള്ള വിഷയം അല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ ആരായിരുന്നാലും ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ എത്ര വലിയവരായാലും ദൈവത്തിന് നമ്മളെ ഭയമില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ കൽപ്പനയായിട്ടുള്ള സഭായോഗങ്ങളെ ഉപേക്ഷിച്ചാൽ അതിന് കഠിനമായിട്ടുള്ള ശിക്ഷ ജീവിതത്തിൽ വരുമെന്ന് എത്ര വിശ്വാസികൾ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, വന്നില്ലേ സാരമില്ല എന്നല്ല. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും. സ്കൂളിൽ പോയിട്ട് കുഞ്ഞുങ്ങൾ 4:30 വരുന്നുവെന്ന് ചിന്തിക്കുക. ഈ 4:30 ആകുമ്പോഴത്തേക്കും അമ്മമാര്, പ്രത്യേകിച്ച് അപ്പന്മാരും സ്നേഹമുള്ളവരെല്ലാവരും വഴിക്കണ്ണുമായിട്ട് റോഡിലേക്ക് നോക്കും. കാരണം എന്താ? വല്ലാത്തൊരു കാലഘട്ടമാ. ഒരു 5 മിനിറ്റ് വൈകിയാൽ നമ്മുടെ ഉള്ളിൽ ഒരു കത്തലുണ്ടാകും. നാം നമ്മുടെ കുഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു പോകയില്ല. നമുക്ക് എവിടെയെല്ലാം അന്വേഷിക്കാമോ ആ കുഞ്ഞിനെ കാണുന്നിടം വരെ ഹൃദയത്തിന്റെ തീയാണ്. ഞാൻ പറയട്ടെ, ഇത് തന്നെയാ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പ്രാദേശിക സഭയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസി യോഗത്തിന് മുടങ്ങിയാൽ, ഞാൻ വളരെ വ്യക്തമായി പറയാം, 24 മണിക്കൂറിന് മുൻപ്, അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ വ്യക്തി എവിടെയാണ് എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം
ദൈവസഭയുടെ ശുശ്രൂഷകന്മാരിൽ നിഷിദ്ധമാണ്. അതിന് യാതൊരു അലംഭാവവും ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർ പറയുമ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് ഒരു വിശ്വാസിക്കും പറയുവാൻ അനുവാദമില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ദൈവസഭയുടെ യോഗങ്ങൾ ഏത് സഭയുമാകട്ടെ, സഭയുടെ വലിപ്പം എന്തുമാകട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് സ്വന്തമായ ആരാധനയുള്ളതാകട്ടെ, ഒരു വാടക കെട്ടിടത്തിലാകട്ടെ, ഇന്ന വിഷയമെന്നല്ല, അത് കർത്താവിന്റെ സഭയായതും കൊണ്ട് ആ സഭയുടെ യോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കുവാൻ, അതിനെ ഉപേക്ഷിക്കുവാൻ, ഈ കൽപ്പന പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിർബന്ധമായും നാം കണക്ക് പറയേണ്ടി വരും. ഒരു സംശയത്തില്ല. ദൈവസഭയുടെ യോഗങ്ങൾ അതേതൊക്കെയാണ് നമ്മൾ പിന്നീട് ചിന്തിക്കും. അത് കേവലം ഞായറാഴ്ച മാത്രമല്ല കേട്ടോ. ഒരു സഭ ക്രമീകരിക്കുന്ന ചെറുതോ വലുതോ എന്ന് മനുഷ്യർ കാണുന്ന എല്ലാ യോഗങ്ങളിലും തീർച്ചയായിട്ടും ആ സഭയിലുള്ള എല്ലാ വ്യക്തികളും ന്യായമായ കാരണമുണ്ടെങ്കിൽ മാത്രം മുടങ്ങാം. ഒരു അസുഖം വന്നു, ഒരു പ്രത്യേക വിശേഷം വന്നു, ചില പ്രത്യേകമായ കാര്യങ്ങൾ വന്നു, അത് ദൈവമുൻപാകെ ന്യായമാണെങ്കിലൊക്കെ. അല്ലാത്തൊരു വിഷയത്തിന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ സഭകളിലെ ഒരു വിശ്വാസിക്കും മുടങ്ങുവാൻ ഈ വിശുദ്ധ തിരുവെടുത്ത് യാതൊരു കാരണവശാലും അനുവാദം തരുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ആരാ സഭായോഗത്തിന് പോകേണ്ടത്? ആരാ സഭായോഗത്തിന് പോകേണ്ടത്? ആരും വേണ്ടതില്ല. ആരാ സഭായോഗത്തിന് പോകേണ്ടത്? ആരാ? ഞാൻ പോകും. നമുക്ക് രണ്ട് വേദഭാഗത്തിലേക്ക് വന്നിട്ട് ആ വിഷയത്തിലേക്ക് ആമുഖമായി രണ്ട് വാക്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതിനുശേഷം ആ വിഷയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ വാക്യം ആര് പോകണമെന്ന് ചോദിച്ചാൽ രണ്ട് വാക്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെ പോകണമെന്നും അവിടെ പറയുന്നുണ്ട്. രണ്ട് വേദഭാഗം ഒന്ന് എടുത്താട്ടെ, ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനങ്ങൾ 122 ഒന്നാം വാക്യത്തിലേക്ക് വരാം. 122 സങ്കീർത്തനം അതിന്റെ ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ആദ്യത്തെ ഭാഗത്തിൽ ആമുഖമായിട്ട് ആരാ യോഗത്തിന് പോകേണ്ടത് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്താ അവിടെ വായിക്കുന്നത്? ദാവീദ് പറയുക. ആ വാക്യം ഒന്ന് നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്നാ ചെയ്തു? സന്തോഷിച്ചു. അപ്പൊ ആര് പോണം? ഞാൻ പോകണം. ശരിയല്ലേ? ദൈവത്തിന്റെ സഭയുടെ യോഗത്തിന് ആര് പോകണം? സങ്കീർത്തനക്കാരനായ ദാവീദ്, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ്, ദൈവത്തെ ശരിയായിട്ടറിഞ്ഞ ദാവീദ് പറയുക, അവരെന്നോട് പറഞ്ഞു. ആര്? എന്റെ കൂട്ടു സഹോദരന്മാര്, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാര്, ദൈവത്തെ ആരാധിക്കുന്ന എന്റെ കൂട്ടു സഹോദരന്മാർ. ദാവീദ് പറയുക, അവരെന്നോട് പറഞ്ഞു. എന്നാ പറഞ്ഞത്? യഹോവയുടെ ആലയത്തിലേക്ക് ആർക്കു പോകാം? ഒന്ന് പറ. ആർക്കു പോകാം? നമുക്ക് പോകാം. നമുക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ആര് സന്തോഷിച്ചു? ഞാൻ സന്തോഷിച്ചു. അതിനെന്താ ബൈബിൾ കീറാതെന്ന് വരയിട്ടേ. ആര് സന്തോഷിച്ചു? ഞാൻ സന്തോഷിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് അനേക ഇടങ്ങളിൽ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്ന്, പരിമിതമായ എന്റെ ശുശ്രൂഷ കാലഘട്ടത്തില് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അനേകർക്ക് ഒരു യോഗം മുടങ്ങിയാൽ അതൊരു സന്തോഷമാണ്. ഒരു യോഗം മുടക്കാൻ എത്ര പ്രയത്നം വേണം? ഒരു യോഗം വേണ്ടാന്ന് വെക്കാൻ എന്താ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു SMS അയച്ചാൽ ശരിയല്ലേ? ഒരു വാട്സാപ്പിൽ ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു എന്ന് ഒറ്റ മെസ്സേജ് കൊണ്ട് ഒരു സഭയുടെ ഒരു കൂടിവരവിനെ, ഒരു യോഗത്തെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സഭയുടെ യോഗം നടത്താൻ ഒരുപാട് വാട്സാപ്പ് മെസ്സേജ് മാത്രം പോരാ, അനേക അധ്വാനവും വേണം. ഇന്ന് എന്നോടൊരാൾ പറഞ്ഞ കാര്യമുണ്ട്, ബ്രദറെ, നിങ്ങളെ പോലെ ഉപദേശിമാരിങ്ങനെ പ്രസംഗിക്കുന്നതുകൊണ്ട് യോഗത്തിന് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതൊക്കെ ഒന്നും വേണ്ട എന്ന് വെച്ച് ഞായറാഴ്ച മാത്രം ആക്കിയായിരുന്നെങ്കിൽ മനുഷ്യനൊരു സമാധാനം ഉണ്ടാകും. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ഇത് പുരോഗതിയല്ല, ഇത് ആത്മിക മുന്നേറ്റമല്ല, ഇത് അധോഗതിയാണ്. ദൈവമുൻപാകെയുള്ള നമ്മുടെ വീഴ്ചയെ കാണിക്കുന്നത്. ഇന്ന് അനേക ഇടങ്ങളിൽ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകണ്ട, ഇന്ന് മീറ്റിംഗ് ഇല്ല,
ഞായറാഴ്ച മാത്രം മതി, ഇന്നാര് വരണ്ട എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടത്തില് ദൈവം പറയുകയാ, നീയും ഞാനും വിട്ടുവീഴ്ചയില്ലാതെ പറയേണ്ടുന്ന കാര്യമാ. നമുക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ദുഃഖമല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് സന്തോഷത്തോടുകൂടെ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്റെ ബാല്യകാലത്തില്, ഞാൻ ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ അനേകർ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ലാത്തവരുമുണ്ട്. അടുത്ത ഒരു യോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, യോഗങ്ങൾ കഴിയുമ്പോൾ പരസ്പരം സന്തോഷത്തോടുകൂടെ കൂട്ടായ്മയോടുകൂടെ കെട്ടിപ്പിടിച്ച് അടുത്ത ദിവസം കാണാനുള്ള വാഞ്ചയോടെ, ഒരുപക്ഷെ സ്നേഹത്തിന്റെ കണ്ണുനീരോടെ പിരിഞ്ഞു പോയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് നാം ഇന്ന് രാത്രി മറന്നു പോകരുത്. ശരിയല്ലേ? ഇന്ന് യോഗം കഴിഞ്ഞ് അങ്ങനെ എല്ലാരും പോയി. തെറ്റാ, വലിയ തെറ്റാ, ചെയ്യരുത്. യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകുകയല്ല, അതിനു മുൻപ് പരസ്പരം ഇടപെടുവാൻ, പരസ്പരം കാണുവാൻ, ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ഓർക്കും. പരസ്പരം ചുംബിക്കുവാൻ, പരസ്പരം കൈ കൊടുക്കുവാൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുവാൻ, ആ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ വളരുവാൻ ഇത് അനിവാര്യമാണ്. എന്താ? ഞാൻ സന്തോഷിക്കണം. എന്റെ സ്ഥലം സഭ ക്രമീകരിച്ചിട്ടുള്ള എന്റെ സഭയുടെ യോഗത്തിന് പോകാനായിട്ട് എനിക്ക് സന്തോഷമുണ്ടാകണം. ദാവീദ് ഒന്നാമത് പറയുന്നത്, താൻ പറയുകയാ, ഞാൻ പോകണമെന്ന് പറയുമ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോ അവര് സന്തോഷിച്ചു എന്നല്ല, പിന്നെ ആര് സന്തോഷിച്ചു? ഞാൻ സന്തോഷിച്ചു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സന്തോഷത്തോടാണോ ഇന്ന് രാത്രി വന്നേക്കുന്നത്? കർത്താവ്, അടുത്ത 2-3 ദിവസങ്ങളിൽ നിന്റെ ആലയത്തിലേക്ക് പോകാൻ എന്റെ ജീവിതത്തിൽ നീ എനിക്ക് തന്നൊരു ഭാഗ്യമാണല്ലോ ഇത്. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന ഒരു ഭാഗ്യമാണ് കർത്താവിനെ ശുശ്രൂഷിക്കുക. ഇന്ന് രാത്രി നമുക്ക് ആ ചിന്തയില്ലെന്നല്ല, പക്ഷെ പ്രാദേശിക യോഗങ്ങളോട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് ആ സന്തോഷം ഉണ്ടാകും. ഒരു വാക്യം കൂടെ നോക്കിയേ, 42-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം നമുക്ക് അറിയാവുന്നതാണ്. മാനീർത്തോടുകളിലേക്ക് എന്ന് തുടങ്ങിയിട്ട് ആ 2-ാം വാക്യം 42-ാം സങ്കീർത്തനത്തില് എന്താ വായിക്കുന്നത്? എന്റെ ആത്മാവ് ദൈവത്തിനായി, തീർന്നില്ല, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാനായിട്ട് ഇടയാ? ഇതൊരു ചോദ്യം അല്ലേ? സംഘടനക്കാരാണ് പറയുന്നത്. അദ്ദേഹം പറയുക, മാന്യത്തോടുകളിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ. ആ ചേരുക എന്ന് പറയുന്ന പദം ഇന്ന് രാത്രി വിവരിക്കാൻ പോയാൽ സമയം പോകും. ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് ചേരുകയാ. വേർതിരിക്കാൻ കഴിയാത്തതുപോലെ, മാറി നിൽക്കാൻ കഴിയാത്തതുപോലെ എന്റെ ദൈവവുമായിട്ട് എനിക്ക് ചേർച്ചയുണ്ടാകുന്ന സമയങ്ങളാണ് ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്ന വിശുദ്ധ സഭായോഗങ്ങൾ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്നു, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ എന്നാ ചെയ്യുക? ദാഹിക്കുക. ഈ ദാഹത്തിന് വെള്ളമല്ലാതെ മറ്റൊന്നും പരിഹാരമില്ല. ഉണ്ടോ? ദാഹിക്കുന്ന ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്ത കാര്യമുണ്ടോ? ഇല്ല. ദാഹിക്കുന്ന ഒരാൾക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ദാഹിക്കുന്ന ഒരാളോട് കുറച്ച് ഉപദേശം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളത്തിന്റെ മേന്മയെ പറ്റി ഒരു ലേഖനം എഴുതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ദാഹിക്കുന്നവന് വെള്ളം തന്നെ കിട്ടണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, സഭായോഗങ്ങൾ ഉപേക്ഷിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എത്ര പേർക്ക് അവരവരുടെ ജീവിതത്തിൽ കർത്താവിനായി ദാഹിക്കുന്ന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന ജീവിത ശൈലി അറിവല്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ, ഇന്ന് ഞാൻ വചനം പഠിക്കാതിരുന്നാൽ, വചനം വായിക്കാതിരുന്നാൽ, കർത്താവേ, 1 മണിക്കൂറെങ്കിലും ഈ ദിവസം നിന്നോടൊപ്പം ഇരിക്കാതിരുന്നാൽ, എന്റെ സഹോദരന്മാർ കൂടി വരുമ്പോൾ എനിക്ക് അവിടെ ചെല്ലാതിരുന്നാൽ എന്റെ ദാഹം തീരുകയില്ലെന്ന് നെഞ്ചത്ത് കൈവച്ചത്ര പേർക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദ്യം തന്നെ ഈ വാക്യത്തിലൂടെ പറയുക, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം തന്നോട് തന്നെ ചോദിക്കുക. ഈ ചോദ്യം ഉണ്ടാവണം. എന്താ? എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലാനായിട്ട് ഇടയാം? അത് സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല. ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ എന്റെ ദൈവസഭ ക്രമീകരിക്കുന്ന എല്ലാ യോഗങ്ങൾക്കും ഞാൻ കടന്നു ചെല്ലാനായിട്ട്
കടപ്പെട്ടവളാണ്. അതുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഇരിപ്പാൻ എന്റെ ഹൃദയത്തിൽ ഉയരേണ്ടുന്ന ഈ ചോദ്യം ഒന്ന് എഴുതിയിട്ടോണം. അതെന്താ? ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാനായിട്ട് ഇടയാകും. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ദൈവസഭ ക്രമീകരിക്കുന്ന യോഗത്തിന് പോകാത്തവർ ലജ്ജിക്കും. അതിന്റെ കാരണങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നാം ചെയ്യുന്ന എല്ലാത്തിന്റെയും റിഫ്ലക്ഷൻസ്, റിവാർഡ്സ്, അതിന്റെ പ്രതിഫലനങ്ങളും സ്വർഗത്തിൽ ഒരു വിശുദ്ധമായ മഹാസദസ്സിന്റെ മുൻപാകെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ദൈവം വിട്ടുപോകാതെ ചോദിക്കുമെന്ന ബോധമാണ് ഇന്ന് രാത്രി സഭായോഗങ്ങളോട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഞാൻ സഞ്ചരിച്ച സുവിശേഷം പറയുന്ന ഒരു ദൈവദാസനാണ്. ഞാൻ മാത്രമല്ല, അനേകരുണ്ട്. പല സ്ഥലം സഭകളിൽ വളരെ ദാരുണമായ നിലയിൽ ഇടയോഗങ്ങളൊന്നുമില്ലാത്ത എത്ര കൂടി വരവുകൾ. ഈ ഇടയോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് 1-2 പേർ. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം ഒരിക്കലും നമ്മുടെ യജമാനനാണ്. ദൈവം നമ്മുടെ അടിമയല്ല. നാം പറയുന്ന ചെയ്യാനിരിക്കുന്നയാളല്ല. നാം ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ ദൈവത്തിന് നമുക്ക് ചെയ്തു തരുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമില്ല. എന്നാൽ കരുണയുള്ള ദൈവം നമ്മെ കൈവിടുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ദീർഘക്ഷമയെ നമ്മൾ പരീക്ഷിക്കരുത്. ഇന്ന് രാത്രി അറിയുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവസഭയുടെ യോഗങ്ങളെ നാം അലക്ഷ്യമാക്കിയാൽ, ഉപേക്ഷിച്ച സ്വർഗത്തിലെ കർത്താവിന്റെ കൽപ്പനയ്ക്ക് നാം പുറംതിരിഞ്ഞു നിൽക്കുക. ഇന്ന് രാത്രി ഇത് മാറ്റണ്ടാവും. നമ്മുടെ സഭായോഗങ്ങളിൽ നമ്മുടെ കുടുംബമായി കടന്നു വരണം. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാൻ പൊക്കോളാമെന്നല്ല. എന്റെ കുടുംബം അത് ആദ്യം മുതൽ ആരംഭിക്കണം. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പോകാനായിട്ട് പോവുക. അപ്പൊ എന്തുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്? അതിൽ ഒന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വാക്യങ്ങളും ഞാൻ പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 28-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചാൽ സന്തോഷമാണ് ആ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ, സമയം വിട്ടു പോകരുത്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ. ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്തുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. ദൈവപുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമായ ദൈവസഭ ക്രമീകരിക്കുന്ന യോഗമായതുകൊണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ദൈവപുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമായ ദൈവത്തിന്റെ സഭ ക്രമീകരിക്കുന്ന യോഗങ്ങൾക്ക് മുടക്കാനായിട്ട് എനിക്ക് യാതൊരു കാരണവശാലും ദൈവം അനുവാദം തരുന്നില്ല. അത് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. ഈ യോഗത്തിന് പോയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് സിമ്പിൾ അല്ല. ദൈവപുത്രന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെ ഞാൻ ആദരിക്കാതിരിക്കുകയാണ്. സ്വർഗം അങ്ങനെയാണ് കാണുന്നത്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഒരു യോഗത്തിന് പോയില്ല, ഞാൻ പറഞ്ഞു ന്യായമായ ഒരു കാരണമുണ്ടെങ്കിൽ ആ ന്യായമായ കാരണം ദൈവം അംഗീകരിക്കുമെങ്കിൽ, ദൈവം കേൾക്കുമ്പോൾ മോനെ എനിക്കറിയാം എന്ന് പറയുമെങ്കിൽ മാത്രമേ ഒരു യോഗത്തിന് പോകാതിരിക്കാൻ അനുവാദമുള്ളൂ. അല്ലാതൊന്നും ദൈവം അംഗീകരിക്കില്ല. നമ്മുടെ പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ സ്ഥലം പറയുകയില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു അന്ന് ഞായറാഴ്ച യോഗം തീരുമ്പോ അടുത്ത ഞായറാഴ്ച യോഗത്തെ പറ്റി എന്നോട് പറഞ്ഞത്, ബ്രദറെ അടുത്ത ആഴ്ച എനിക്ക് പനിയായിരിക്കും, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന്. ശ്രദ്ധിച്ചു കേട്ടോണം. അടുത്ത ആഴ്ച എനിക്ക് എന്തായിരിക്കും? അയ്യോ, ആരും ചുണ്ടുപോലും അനക്കുന്നില്ല, ആരും മിണ്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അടുത്ത ആഴ്ച എനിക്ക് എന്നായിരിക്കും? പനിയായിരിക്കും. അപ്പൊ ഞാൻ സ്നേഹത്തോടെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, മോനെ എന്നെക്കാൾ ഇളയാളാ, കുടുംബസ്ഥനാണ്. ഞാൻ ചോദിച്ചു, മോനെ ഇപ്പൊ പനിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇപ്പൊ പനിയില്ല. പനിയുടെ ലക്ഷണം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പൊ എനിക്ക് പനിയില്ല, പനിയുടെ ലക്ഷണവുമില്ല, പക്ഷെ അടുത്ത ആഴ്ച എനിക്ക് എന്തായിരിക്കും? എന്നാ കാര്യം? വരാനായിട്ട് താല്പര്യമില്ല. മണ്ടനായതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അന്ന് രാവിലെ വിളിച്ച് പറയത്തേ ഉള്ളൂ. രാവിലെ ഒരു SMS വരും,
ഞായറാഴ്ച രാവിലത്തെ SMS വരുമ്പോഴേ, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് വരുമ്പോഴേ ദൈവദാസന്മാർക്ക് കൊച്ചു സഭയാണ്ട് എന്റെ നെഞ്ചിനകത്തൊരു തീ കയറും. കാര്യമില്ല, ആകെപ്പാടെ 7 കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിനുള്ളൂ. അതിൽ 3 എണ്ണം വരാതിരുന്നാൽ ഞാനും എന്റെ കുടുംബം അവിടെ പോയി ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, നാം ദൈവത്തിന്റെ സഭയുടെ യോഗങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ അത് വാങ്ങിയ സമ്പാദിച്ച കർത്താവിന്റെ രക്തത്തോട് ഞാൻ എന്റെ റെസ്പെക്ട് ഇല്ല എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. ആ വാക്യം അങ്ങനല്ലേ? നിങ്ങളൊന്ന് നോക്കിയേ, അവിടെ എന്താ വായിക്കുന്നത്? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിക്കുക. സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. ഈ സമ്പാദിക്കുക എന്ന് പറഞ്ഞല്ല, എന്തിനാണ് സമ്പാദിക്കുന്നത്? നമുക്കറിയാം, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തില് 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ 2 സംഭവം പറയുന്നുണ്ട്. അത് ഞാൻ എടുക്കാതെ വിശദീകരിക്കാതെ ഒന്ന് പറഞ്ഞങ്ങ് പോകാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോ, ഒന്നാമത്തെ വിഷയം, ഒരുത്തൻ ഒരു നിലം തനിക്കുള്ളതെല്ലാം കൊടുത്തിട്ട് വാങ്ങുകയാണ്. കാരണം ആ നിലത്തെ അവൻ വിലയുള്ളതായി കണ്ടു, ആ നിലത്തെ അവൻ ശ്രേഷ്ഠമായി കണ്ടു, ആ നിലത്തെ അവന് ഏറ്റവും പ്രിയപ്പെട്ടതായി കണ്ടു. അതുകൊണ്ട് അവനുള്ളതെല്ലാം കൊടുത്തവൻ വാങ്ങുകയാണ്. രണ്ടാമത് ഒരു വ്യാപാരി ഒരു മുത്ത് കണ്ടു, അല്ലേ? അത് കണ്ടിട്ട് അവൻ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട്, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ യോഗ്യരാക്കി തീർത്തത് അത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും, ലോകത്തിൽ എവിടെയുമുള്ള ഒരു വ്യക്തിക്ക് പോലും, ഞാൻ ദൈവത്തിന്റെ സഭയിലേക്ക് വന്നത് എന്റെ കഴിവ് കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ദൂഷണമാണ്. നമ്മളെല്ലാം സമ്പാദിക്കപ്പെട്ടവരാ. ഞാൻ ചോദിക്കട്ടെ, ഈ സമ്പാദിക്കപ്പെടുന്നത് എന്താ? ഏറ്റവും വിലയുള്ളതിനെയാ, ഏറ്റവും ശ്രേഷ്ഠമായതിനെയാ, ഏറ്റവും സ്നേഹിക്കുന്നതിനെയാ, മറ്റാരും കാണാത്തതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നതിനെയാണ് ഒരു വ്യക്തി തനിക്കുള്ളതെല്ലാം കൊടുത്ത് സമ്പാദിക്കുന്നത്. ഇന്ന് രാത്രി നമ്മളെ എല്ലാം സമ്പാദിച്ച് ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളാക്കി തീർക്കുമ്പോ സ്വർഗം കൊടുത്ത ഒരു വലിയ വിലയുണ്ട്. ആ വില മറ്റൊന്നല്ല, അത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാണ്. ഹല്ലേലൂയ. അങ്ങനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ആ വാക്യം നോക്കിക്കേ. ആ വാക്യം ഒന്ന് ഹൃദയത്തിൽ കയറട്ടെ. ഈ വാക്യമൊക്കെ വിവരിപ്പാൻ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്റെ ഹൃദയത്തിൽ അത് തിളയ്ക്കുകയാണ്. അവിടെ എന്താ വായിക്കുന്നത്? നിങ്ങളെ തന്നെയും, നമ്മളെ എല്ലാരെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിട്ടുള്ള ദൈവത്തിന്റെ സഭ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ യോഗ്യത, അതാണ് നമ്മുടെ വില. നാം സഭായോഗത്തിന് വരുമ്പോ നമ്മുടെ കർത്താവ് ശ്രദ്ധയോട് നോക്കുന്നൊരു കാര്യമുണ്ട്. എന്റെ പുത്രനെ കൊടുത്ത് ഞാൻ വിലയ്ക്ക് വാങ്ങിയ ഈ സഭയുടെ അംഗങ്ങൾ പ്രാദേശികമായി കൂടി വരുമ്പോ അതിൽ എത്ര പേര് എന്റെ പുത്രന്റെ രക്തത്തെ വിലയുള്ളതായി കാണുന്നുവെന്ന് സ്വർഗം ശ്രദ്ധിച്ചു നോക്കുകയാ. നാം പോകാതെ ഇരിക്കുമ്പോ ഒരു റെഡിങ്ങിൽ സ്വർഗമിടും, ഇവൻ ഇന്ന് മനഃപൂർവ്വമായി, ഇവൾ ഇത് മനഃപൂർവ്വമായി ചെറിയ കാര്യം കൊണ്ട് ഞാൻ കൊടുത്ത വലിയ വിലയെ അവനും അവളും ലഘുവായി കണ്ടുവെന്ന്. ശരിയല്ലേ? എന്തെങ്കിലും യോഗ്യത ഉണ്ടോ നമുക്ക്? ഒരു യോഗ്യതയില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ പ്രസംഗിക്കാനായിട്ട് എല്ലായിടത്തും പോകുമ്പോൾ എന്നെക്കാൾ ശ്രേഷ്ഠരായ അനേക ദൈവദാസന്മാരുണ്ട്. എല്ലാവർക്കും ഇത് തന്നെ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴേ എത്ര സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഇത് നിങ്ങളുടെ വീടാണെന്ന് പറയുന്നു, അവർക്കുള്ളതിൽ ഏറ്റവും മെച്ചമായ ആഹാരം തരുന്നു, അവർക്കുള്ള ഏറ്റവും നല്ല മുറികൾ നമുക്ക് തരുന്നു. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ? നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമുക്ക് വേണ്ടി വില കൊടുത്ത യേശുവിന്റെ രക്തത്തെ അവര് സ്നേഹിക്കുന്നത് കൊണ്ട്, ആ സ്നേഹത്തിന്റെ പ്രദർശനമായി കൃപയാൽ നമുക്ക് ലഭിച്ചതാണെങ്കിൽ, ഇന്ന് രാത്രി പറയട്ടെ, നാം ആയിരിക്കുന്ന പ്രാദേശിക സഭയുടെ യോഗത്തിൽ നാം പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ നാം അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ രക്തത്തെ ഞാൻ ഇത്രയൊക്കെ കാണുന്നുള്ളൂ എന്ന്. 2 വാക്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എടുക്കണമെന്നില്ല, പക്ഷെ അത് നോക്കിയാൽ നല്ലതാണ്. എബ്രായർ 10:5 കർത്താവ് പറയുക, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കി. ഒരുക്കപ്പെട്ട ശരീരത്തിലേക്ക് ദൈവം ആരാണ്? 4-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം. അവിടേക്ക് വരുമ്പോൾ ദൈവം ആത്മാവാകുന്നു. പരിധിയില്ലാത്ത ദൈവം
തന്റെ പുത്രനായി അല്ലെങ്കിൽ യേശുവായി വെളിപ്പെട്ട് ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് ആ ചോരയുടെ അവസാനത്തുള്ളി വരെ, രക്തത്തിലല്ലോ പ്രാണൻ നിൽക്കുന്നത്, ആ പ്രാണന്റെ അവസാനത്തെ കണിക നമുക്ക് വേണ്ടി ക്രൂശിൽ ഊറ്റിക്കൊടുത്തിട്ട് ആ രക്തത്താൽ തനിക്ക് വേണ്ടി സമ്പാദിച്ച ആ ദൈവത്തിന്റെ സഭയില് കാലാകാലം നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മളെ ആക്കി വെക്കുമ്പോ ആ സഭയുടെ യോഗങ്ങള് ദൈവം ക്രമീകരിച്ചതായതുകൊണ്ട് നമ്മൾ പോയില്ലെങ്കിൽ നാം ആ രക്തത്തോട് കുറ്റം ചെയ്യുക. ഒരു സംശയമാണ്. ഇന്ന് രാത്രി അത് പറഞ്ഞിട്ട് എന്ത് ദോഷവും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവപക്ഷത്ത് ഞാൻ പറയട്ടെ, വെള്ളം ചേർക്കാതെ പറയട്ടെ, മനഃപൂർവമായി ഏതെങ്കിലും ന്യായമായ ഒരു കാരണമില്ലാതെ നീയും ഞാനും മുടക്കിയ എല്ലാ യോഗത്തിനും നാം കണക്ക് പറയേണ്ടി വരും. അതിനൊരു സംശയമാണ്. ബാക്കി എല്ലാത്തിനേക്കാളും വിലയുള്ളത്. ഞാൻ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളും ആ ചോദ്യം ചോദിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ജോലിക്ക് നമ്മൾ പോകാതിരിക്കും. ആരും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. ജോലിക്ക് പോകാതിരിക്കുമോ? അട്ടെ, ഇങ്ങോട്ട് പ്രതീക്ഷ ഉണ്ടെന്ന്. ജോലിക്ക് പോകാതിരിക്കും? ഇല്ല. സ്കൂളിൽ വിടാതിരിക്കുമോ? ഇല്ല. പക്ഷെ നമ്മൾ എന്തിനു മുടങ്ങാൻ സാധ്യതയുണ്ട്? ചെറിയൊരു കാര്യം. പത്രോസിന്റെ 4 ലേഖനത്തിലേക്ക് വരും. അതാ 2ാമത്തെ വാക്യം. നമുക്കറിയാം, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് പൊന്നാവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാടിന്റെ. ആ വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ നമുക്ക്. സ്വർഗത്തിൽ ആരാധിക്കപ്പെടുന്നു സ്വർഗത്തിന്റെ സകലവുമായ ദൈവത്തിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെയാണ് അവിടെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചിട്ടുള്ളത്. ആ ദൈവ കുഞ്ഞാടിന്റെ വില നിർണയിപ്പാൻ കഴിയാത്ത പരിപാവനമായ രക്തം ആ യെരൂശലേമിന്റെ തെരുവീഥികളിലൂടെ ആ ഭാരമേറിയ മരക്കുരിശ് വഹിക്കുമ്പോ അത് ധാരധാരയായി താഴേക്ക് വീണിട്ടുണ്ട്. ആ കൽക്കളത്തിൽ കർത്താവിന്റെ കൈകൾ ചേർത്ത് പിറകിലേക്ക് കെട്ടി ആഞ്ഞടിക്കുമ്പോൾ ആ രക്തം മുഴുവൻ ഊർന്ന് താഴേക്ക് വീണിട്ടുണ്ട്. തലയിൽ മുൾമുടി വെച്ച് ആഞ്ഞടിക്കുമ്പോ ആ രക്തം ധാരധാരയായി താഴേക്ക് പോയിട്ടുണ്ട്. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ട് ആ ശരീരത്തിലെ അവസാനത്തുള്ളി ക്രൂശിന്റെ ഉയരങ്ങളിൽ താഴേക്ക് വീഴുമ്പോ യേശു അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ മകളെ, നിന്നെ സമ്പാദിക്കുവാൻ എന്റെ ദൈവസഭയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ, നീ എന്നെ ആദരിക്കാനാ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതതിന്റെ ഗൗരവത്തിലൊന്ന് മനസ്സിലാക്കുക. ഈസി ആയിട്ട് എടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംവദിക്കുമ്പോൾ അത് നീ അന്ത്യകാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കരുത്. ഉള്ളത് ഞാൻ പറയാം, ഒരു കോംപ്രമൈസിംഗ് കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. ഇന്ന് അനേകർക്ക് യോഗങ്ങൾ താല്പര്യമില്ല. ഇന്ന് അനേകർക്ക് ദൈവിക നിയമങ്ങൾക്ക് താല്പര്യമില്ല. ഇന്ന് അനേകർക്ക് പുറമേ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു പോകാൻ തക്കവണ്ണമുള്ള ഒരു വല്ലാത്ത പൊത്തുവരുത്ത ജീവിതത്തിൽ പോകുമ്പോ അവരെ കൊണ്ട് ദൈവം ഒന്നും ചെയ്യിക്കാൻ പോകുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഉപയോഗിക്കുന്നത് കർത്താവിന് വേണ്ടി നിൽക്കാൻ മനസ്സുള്ളവരെ മാത്രമാണ്. അതിന്റെ ഒരു കാര്യമായി അതിനാദ്യ പടിയാണ് ദൈവപുത്രന്റെ ചോരയുടെ സമ്പാദ്യം. എന്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഒരു സഭ ഉണ്ടാകാൻ അധ്വാനിച്ചൊരു ദൈവദാസനാണ് ഞാൻ. അതിനെന്റെ ജീവിതമാണ് ഞാൻ വില കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ നടക്കുന്ന കൺവെൻഷന് പോലും ഞായറാഴ്ച ഞാൻ വരാത്തത് എന്റെ കൊച്ചു സഭയ്ക്ക് വേണ്ടിയാണ്. അനേക ഇടങ്ങളിൽ ഞാൻ നോ പറയുന്നത് ആ സഭ ഞാനങ്ങനെ കാണാനുള്ള കാര്യം എനിക്ക് ഈ ബോധ്യം എന്റെ ദൈവം തന്നതുകൊണ്ട്. മോനെ, ചെറിയ കൂട്ടമായിരിക്കാം, പക്ഷെ അത് നിന്നെ ഞാൻ ഏൽപ്പിക്കുമ്പോ അതിന് എന്റെ പുത്രന്റെ ചോരയുടെ വിലയുണ്ട്. ഇന്ന് രാത്രി അത് ആദ്യത്തെ കാര്യം. ഞാൻ എന്തുകൊണ്ട് യോഗത്തിന് പോകണമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ റീസൺ ഇതാ, ഇത് ദൈവപുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം തീർക്കാനൊന്നും ഞാൻ ഓടിക്കുന്നില്ല. കർത്താവ് ഇവിടെ പറയാനുള്ള കർത്താവ് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലാണ് നമുക്ക് രണ്ടാമത്തെ കാര്യം കാണാൻ കഴിയുന്നത്. ആ വാക്യം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മൾ എന്താ അവിടെ കാണുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നു, 2 3 ഒരുമിച്ചൊന്ന് വായിക്കാം. ഒന്ന് എടുത്താട്ടെ.
മത്തായി 18:20. ഞാൻ കുടിച്ചത് വെള്ളം കുടിച്ചോട്ടെ. എടുത്തോ. മത്തായി 18:20 ഉറക്കെ ഒന്ന് വായിക്കണം. നിങ്ങൾ ഇത്രയും പേരുണ്ട്, നിങ്ങൾക്ക് ഇത്രയും ശബ്ദമല്ലെന്ന് എനിക്കറിയാം. അത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അച്ഛാ താങ്ക് യു. പക്ഷെ ഇവരും കൂടെ ഒന്ന് വായിച്ചോട്ടെ, കാര്യം അല്ലെങ്കിൽ ഇവർ വായിക്കത്തില്ല. കണ്ണടച്ചാരും ധ്യാനിക്കരുത്. മനസ്സിലായി കാണും. മത്തായി 18:20 എന്നതാ? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സഭായോഗങ്ങളിൽ വിശുദ്ധനായ കർത്താവ് എഴുന്നള്ളി വരും. ആ വാക്ക് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. എഴുന്നള്ളുന്നത് രാജാവ്, രാജാതിരാജാവ്, കർത്താതി കർത്താവ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം രക്തം സഭയ്ക്ക് വേണ്ടി കൊടുത്ത് സമ്പാദിച്ചവനുമായ ദൈവത്തിന്റെ പുത്രൻ ഒരു സഭയുടെ ചെറുതും വലുതുമായ എല്ലാ യോഗത്തിലും എഴുന്നള്ളി വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വാക്യമായി വഴക്കുണ്ടയ്ക്ക് പോകുന്ന എല്ലാവരും വിടുന്നു. വഴക്കുണ്ടയ്ക്ക് പോകുന്നവരും ശരിയല്ലാത്തവർ ഉൾപ്പെടെ എല്ലാവരും ഈ വാക്യമാ പ്രിന്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനല്ല അതിന്റെ ആശയം. 2-3 പേർ പറ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്ന് വെച്ചാൽ ചുമ്മാതെ വഴക്കമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിത വിശുദ്ധിയും ഇല്ലാതെ കർത്താവിന്റെ വചനത്തെ അനുസരിക്കാതെ 2-3 പേർ കൂടി വന്നാൽ അവരുടെ നടുവിൽ വരാമെന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യം ഉണ്ടോ എന്നുള്ള ഞാൻ ബഹുമാനത്തോടെ ചോദിക്കട്ടെ. ഉണ്ടോ? ഇല്ല. നിങ്ങൾ മേളിലും താഴെ വായിച്ചു നോക്കിയാൽ ക്രമമനുസരിച്ച് ദൈവത്തിന്റെ വിശുദ്ധിയോടുകൂടെ ദൈവവചനപ്രകാരം കർത്താവിനെ അനുസരിച്ച് 2-3 പേരെ ഉള്ളെങ്കിലും അവരുടെ മധ്യാരുണ്ട്. സ്തോത്രം. ആരുണ്ട്? പറ. ആരുണ്ട്? ആരുണ്ട്? ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ആരുണ്ട്? കർത്താവുണ്ട്. അപ്പൊ നമ്മുടെ യോഗത്തിൽ ആര് എഴുന്നള്ളി വരുന്നുണ്ട്? ദൈവത്തിന്റെ സ്തോത്രം, നമ്മുടെ കർത്താവ്. അപ്പൊ നമ്മൾ സഭായോഗത്തിന് പോകുമ്പോ നമ്മൾ പോകുന്നില്ലെങ്കിൽ ആരെ അലക്ഷ്യമാക്കുന്നേ? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. നമ്മളിപ്പോ നമ്മളോട് ഒരാൾ പറയുക, ഇത്ര മണിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. നമ്മളാണെങ്കിൽ എല്ലാ പരിപാടിയും ഉപേക്ഷിച്ച് അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് വെക്കുക. സമയമായപ്പോ ആ മനുഷ്യൻ വന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടുവോ? ആരും മിണ്ടുന്നില്ല. ഇഷ്ടപ്പെടുവോ? ഒന്ന് മറുപടി പറ. മറുപടി പറയൂ പ്ലീസ്. ഇങ്ങനെ മസൽ പിടിച്ചിരിക്കല്ല. എനിക്കത് ബുദ്ധിമുട്ട് ഉള്ള കാര്യം പറയാം. ഞാൻ കൊച്ചു സഭയെ ശുശ്രൂഷിക്കുന്ന ആളാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിലെ ദൈവം, സൽഭൂത സേവിതനായ ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം കൃപ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ടല്ല, കൃപ കൊണ്ട് കുമ്പനാട് സഭ വയ്ക്കുന്ന മീറ്റിംഗില്, പൂവത്തൂർ സഭ വയ്ക്കുന്ന മീറ്റിംഗില്, പുല്ലാട് സഭ വയ്ക്കുന്ന മീറ്റിംഗില്, എനിക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞതേ ഉള്ളൂ, വെണ്ണിക്കുളം സഭ വയ്ക്കുന്ന മീറ്റിംഗില്, നെടുമ്പാശ്ശേരി സഭ വയ്ക്കുന്ന മീറ്റിംഗില് എഴുന്നള്ളി വരുന്നുവെന്ന് പറഞ്ഞാൽ ഈ സഭയിലുള്ള ആരുടെയും യോഗ്യതയല്ല, മറിച്ച് അവിടുത്തെ കൃപയാണ്. അല്ലെ? വരാമെന്ന് പറഞ്ഞ തന്നെ കാര്യമാണ്. അത് തന്നെ അത്ഭുതമാണ്. രക്ഷിച്ചത് തന്നെ അത്ഭുതമാ. ഈ ഭൂമിയിൽ ആക്കിയത് അത്ഭുതമാ. എന്നിട്ട് ഇപ്പൊ പറയുക, നീ എവിടൊക്കെ കൂടി വരുന്നുണ്ടോ ഈ സഭയുടെ എല്ലാ മീറ്റിംഗിലും ഞാൻ വന്നോളാം എന്ന് വാക്കു പറഞ്ഞ ദൈവപുത്രനെ അനാദരിക്കലാണ് ഞാൻ ചെല്ലാതിരുന്നാൽ. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഉണ്ടോ? സംശയമില്ല. 2 വാക്യത്തിലേക്ക് വരാം. ഒന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഒരു പ്രയോഗമുണ്ട്, നമുക്കറിയാത്തതല്ല. വെളിപ്പാട് പുസ്തകം 1:13, 7 പൊൻ നിലവിളക്കുകളെ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനാണ് മനുഷ്യപുത്രനോട് സദൃശനായ. അപ്പൊ മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രൻ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിലേക്ക് എഴുന്നള്ളി വരികയാണ്. ഈ നിലവിളക്ക് ഏതാ? 1:20 വെളിപ്പാട് പുസ്തകം. അവിടെ നമുക്കറിയാം, അവിടെ നമ്മൾ വായിക്കുന്നു, നീ കണ്ടതും എന്നൊക്കെ പറഞ്ഞിട്ട് 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക. അതിനു മുമ്പൊരു പ്രയോഗമുണ്ട്. എന്നതാ? എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രം. അത് ആരാണ് എന്ന്
താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് സഭകളുടെ ദൂതന്മാർ. അപ്പൊ ഞാൻ ഒരു കാര്യം കടത്തി പറയാൻ പോകും. നമ്മുടെ ഉള്ളിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പേടിയൊക്കെ മനുഷ്യത്തിൽ വന്നേക്കാം. ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ കള്ള മനുഷ്യരാണോ പേടി വരും, അല്ലേ? നമ്മൾ ഭയപ്പെട്ടു പോകാറുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഉണ്ടാകുന്ന അനിഷ്ടം. പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം നിർത്തിയാൽ നന്നാവും. അത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, തൊണ്ടയിലെ ശബ്ദം പോകും പൊക്കോട്ടെ. കാരണം ഇത് പറയാൻ പറഞ്ഞ ആര്? ദൈവം. അപ്പൊ നമുക്കൊരു ചിന്ത ഉണ്ടാവാം, ഒരു ഭയം ഉണ്ടാകാം, ഞാൻ പറഞ്ഞാൽ എന്താണ്? പക്ഷെ ഈ നക്ഷത്രത്തെ വെച്ചേക്കുന്നത് കർത്താവിന്റെ കരങ്ങളിൽ. സ്തോത്രം. ആ നക്ഷത്രത്തെ കരങ്ങളിൽ വെക്കുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ അവൻ കാണുന്നു. ഒന്ന്, ജാഗ്രത. രണ്ട്, അവൻ എന്നെ സംരക്ഷിക്കുന്നു, എന്നെ അറിയുന്നു. സ്തോത്രം. ഒരു സ്തോത്രമൊക്കെ പറയുന്ന പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടുത്തെ കരങ്ങളിലായതുകൊണ്ട് എന്റെ സഭായോഗത്തിന് വരാത്തവരോട് വരണമെന്ന് പറയുവാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉണ്ട്. അതിനെന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്റെ കർത്താവ് സഹിച്ചതിനപ്പുറത്ത് അത് വരികയല്ല. രണ്ടായി പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള, ദൈവസഭകൾ ഇന്ന് കോംപ്രമൈസ് ചെയ്യുന്ന, ഒരുപക്ഷെ പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് ഹൃദയം നൊന്ത ദൈവദാസന്മാർ ദൈവത്തെ ഭയപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനെ മാത്രമോർത്ത് മൗനമായിരിക്കുന്ന അനേക ഇടങ്ങളുള്ളപ്പോൾ ഇന്ന് രാത്രി നമുക്കങ്ങനെ വരരുത്. നമ്മുടെ സഭയുടെ നടുവിൽ എഴുന്നള്ളി വരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ചെറിയവനല്ല. എന്നിട്ട് നോക്കുക, 20-ാം വാക്യത്തില് 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ കർത്താവ് എഴുന്നള്ളി വരുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് സഭയുടെ കാന്തൻ, അല്ലെ? ഈ സഭയുടെ കാന്തൻ എഴുന്നള്ളി വരുന്ന യോഗത്തിന് ഞാൻ പോകാതിരിക്കുന്നത് മാത്രമല്ല പാപം. ശ്രദ്ധിച്ചു കേട്ടോ. ചിലപ്പം പിണങ്ങാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി തന്നെ പിണങ്ങിയാലും സാരമില്ല, ഉള്ള കാര്യം പറയാൻ പോവാ. സഭായോഗത്തിന് താമസിച്ചു വരുന്നത് പാപമാണോ? അല്ലേ? ചോദ്യം. പാപമോ? പാപമോ? അതിന് കണക്ക് പറയേണ്ടി വരും. അല്ല, ഞായറാഴ്ചയാണെന്ന് ശനിയാഴ്ച അറിയില്ല. എന്നാ മിണ്ടാത്ത? ഇവനെ വിളിച്ചതേ പ്രശ്നമായി. ദൈവം തരുന്നത് പറയാതിരിക്കാൻ നിർവാഹമല്ല. ഞായറാഴ്ചയാണെന്ന് എന്നറിയാം, എപ്പോഴും അറിയാം. ദയവേദി ഞായറാഴ്ച രാവിലെ വെണ്ടയ്ക്ക് അറിയാൻ പോകരുത്. അരിഞ്ഞോളൂ നേരത്തെ. ഞായറാഴ്ച രാവിലെ ഡ്രസ്സ് തേക്കാൻ ഓടരുത്. അറിയാലോ ഞായറാഴ്ചയാണെന്ന്. ഇത് ഞായറാഴ്ച മാത്രമല്ല, ദൈവസഭ ക്രമീകരിക്കുന്ന മൂപ്പന്മാര്, സുവിശേഷകന്മാര്, ഉപദേഷ്ടാക്കന്മാരടങ്ങുന്ന ശുശ്രൂഷകന്മാർ എത്ര ഭാരത്തോടാണെന്ന് അറിയാമോ ശുശ്രൂഷകൾ വയ്ക്കുന്നത്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ചെല്ലുമ്പോൾ വളരെ ചുരുക്കം വിശ്വാസികൾ, പുതിയ സഭാ കൂടിവരവുകൾ, എതിർപ്പുകളുടെ കുമ്പാരങ്ങൾ, ആരാധിക്കാൻ ഒരു സ്ഥലമില്ല. ഇപ്പോഴും സഭയുള്ളവർ, സ്ഥലം സഭാ ഹോളിലുള്ളവർ ഞങ്ങളോട് കണക്ക് പറയേണ്ടി വരും. സംശയമൊന്നും വേണ്ട. എന്റെ പിതാവിനെ അടക്കുമ്പോൾ, ആ കയറുകൾ താഴേക്ക് ഇറക്കുമ്പോൾ ഇരിക്കുന്ന ആലയം മാറാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ കുടിയുടെ അവിടെ നിന്ന് അടുത്ത ദിവസം എവിടെ ആരാധിക്കും എന്നറിയാതെ ചങ്ക പൊട്ടിക്കരഞ്ഞൊരു ദൈവദാസനാണ്. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷെ നമുക്ക് എന്ത് മനസ്സില്ല, സമയത്ത് ചെല്ലാൻ. സമയത്ത് ചെന്നാൽ പോരാട്ടോ, അല്പം നേരത്തെ ചെല്ലണം. ഞാനൊരു കാര്യം, ഒരു ഉദാഹരണം പറയാൻ പോകും. ശ്രദ്ധിച്ച് കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ ലോക്സഭയിൽ, രാജ്യസഭയിൽ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ, നിയമസഭാ മന്ദിരങ്ങളിൽ സഭയ്ക്കൊരു സ്പീക്കറുണ്ട്. റൈറ്റ്? സഭയ്ക്ക് ആരുണ്ട്? ഒന്ന് പറ. സഭയ്ക്കൊരു സ്പീക്കറുണ്ട്, ഒരു അധ്യക്ഷനുണ്ട്. ഈ അധ്യക്ഷൻ ലോക്സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് ചട്ടം. കാര്യം വരുന്നതായ
കുറച്ചുകൂടെ സഭയുടെ നാഥൻ എന്ന മലയാളം. സഭയുടെ നാഥൻ വരുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ നയിക്കുന്ന പ്രസിഡന്റ് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ പൗരൻ എഴുന്നേറ്റ് നിൽക്കണം. കാരണം വരുന്നത് സഭയുടെ നാഥനാണ്. സഭയുടെ അംഗങ്ങൾ അവിടെ ഉണ്ടാകും. ഞാൻ ഇന്ന് രാത്രി നെഞ്ചകത്തിൽ നിന്ന് ചോദിക്കട്ടെ, നമ്മുടെ സഭായോഗങ്ങൾ എഴുന്നള്ളി വരുന്നത് മനുഷ്യനല്ല. നമ്മുടെ സഭായോഗങ്ങളിൽ എഴുന്നള്ളി വരുന്നത് ഉദാസീനമായി കാണേണ്ടുന്ന ഒരാളല്ല. നമ്മുടെ സഭായോഗങ്ങൾ എഴുന്നള്ളി വരുന്നത് നാം പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ല. നമ്മുടെ സമയത്തിന് കാത്തു നിൽക്കുന്നവനല്ല, മറിച്ച് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്നാലും ഞാൻ എങ്ങനെ പോകുള്ളൂ? അയ്യോ കഷ്ടം. എന്റെ ചിന്ത പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാത്തത്. എനിക്ക് അങ്ങനെ ഒരു സഭ അറിയാം കേരളത്തിന്റെ പുറത്ത്. 10 ആണെങ്കിൽ 9:55 ഗേറ്റ് നോക്കി. ദൈവമൊഴി ആർക്കും കയറാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ന്യായമായ ഒരു കാരണത്താൽ അത് സംഭവിച്ചാൽ ദൈവം കുറ്റം പറയുകയില്ല. ശരിയാണ്, ന്യായമായ കാരണങ്ങൾ ഉണ്ടാകും, മനുഷ്യനത് ഉണ്ടാകും. എന്നാൽ ഞായറാഴ്ച എന്ന വിശുദ്ധ ദിവസത്തെയും ദൈവത്തിന്റെ സഭയുടെ ഇടയോഗങ്ങളെയും ഞാൻ മനഃപൂർവ്വമായി അനാദരിക്കുന്നതിന്റെ ഭാഗമാണ് അതിന് ചെല്ലാതിരിക്കുന്നതും. അത് മാത്രമല്ല, മറിച്ച് ഞാൻ അതിന് വൈകിച്ചെല്ലുന്നത്. ഇന്ന് രാത്രി ആ സ്വഭാവം മാറണം. കാരണം നാം ചെന്നിരുന്നിട്ട് വേണം നമ്മുടെ സഭയുടെ കാന്തൻ നമ്മുടെ മധ്യത്തിലേക്ക് അദൃശ്യനാണെങ്കിലും രാജകീയ പ്രൗഢിയോടെ സൽദൂത സേവിതനായി എഴുന്നള്ളി ഇറങ്ങി വരേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ കർത്താവൊന്നും പണ്ട് ഞാൻ സ്ഥലം പറയുകയല്ല, കള്ളല്ല, ഉള്ളതാ പറയുന്നത്, ഉള്ളത് മാത്രം പറയുന്നു. അദ്ദേഹം നാമധേയ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു. ആദ്യത്തെ ചൂട്. ഇപ്പൊ പുള്ളി നമ്മളെ പോലായി. ഇപ്പൊ പുള്ളി താമസിച്ചത്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ആദ്യം വന്നപ്പോ ഉപദേശിയുണ്ട്, പ്രസംഗിക്കുന്ന ഉപദേശിയുണ്ട്, 2-3 പേർ എന്റെ നാമത്തിൽ. ആ 2-3 പേരും ഉണ്ട്. അപ്പൊ ഇദ്ദേഹം നിഷ്കളങ്കമായ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. ബ്രദറെ, അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലേക്ക് രക്ഷിക്കപ്പെട്ടു വന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 7ന്റെ മീറ്റിങ്ങിന് പുള്ളി 6:30 വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പുള്ളി വിചാരിച്ചത് 6:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരും, ഭയങ്കര ഉത്സാഹം, അങ്ങനെയൊക്കെയാ പുള്ളി നമ്മളെ പറ്റി കേട്ടിട്ടുള്ളതൊക്കെ. പുള്ളി എന്നോട് ചോദിച്ചു, നിഷ്കളങ്കമായി എന്നോട് ചോദിച്ചു, ബ്രദറെ, കർത്താവ് ഒന്ന് കാത്തിരുന്ന് മടുത്തല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കൊന്നും പറയാൻ ഇല്ല. ഇപ്പോൾ അവൻ നമ്മിൽ ഒരുത്തനെ പോലെയായി തീർന്നിട്ടുണ്ട്. അത് അവനെ നശിപ്പിച്ചതാരാ? നമ്മുടെ കൂട്ടത്തില് ഞാൻ പണ്ട് സുവിശേഷം പറഞ്ഞ ഒരാൾ രക്ഷിക്കപ്പെട്ടു. സ്ഥലം പറയല്ല, നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന സ്ഥലമല്ല. ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. എന്റെ അപ്പന്റെ പുസ്തകം വായിച്ചാണ് അദ്ദേഹം ആ രീതിയിൽ പരിചയപ്പെടുന്നത്. ഒരു പബ്ലിക് ലൈബ്രറിയിൽ പപ്പയുടെ പുസ്തകം എടുത്ത് വായിച്ചിട്ടാണ് രക്ഷിക്കപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, ഇന്നിടത്ത് ഞങ്ങളുടെ ഒരു സഭയുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ഞാൻ ചോദിച്ചാൽ 5 ആഴ്ച ഞാൻ അവിടെ പോയി ഇരുന്നാലും ആരും എന്നോട് ഞാൻ ആരാന്ന് പോലും ചോദിച്ചില്ല. ഇനി ഞാൻ അവിടെ പറ, നിങ്ങൾ പറ, ഞാൻ അയാളെ എവിടെ വിടണം? ഇത് ദൈവത്തിന്റെ കുറ്റമല്ല, പിശാചിന്റെ കുറ്റം പറയല്ല. ആ പുള്ളി ഇത് അറിഞ്ഞിട്ടില്ല. പിന്നെ ആരുടെ കുറ്റം? അതെന്റെ കുറ്റം. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കേണ്ടുന്ന ഞാന്, ദൈവത്തിന്റെ സഭായോഗങ്ങൾ വില കൊടുക്കേണ്ട ഞാന്, എന്റെ സൗകര്യത്തിന്റെ അനുസരണം ഞാൻ സഭായോഗത്തിന് താമസിച്ചു ചെല്ലുകയും യോഗം തീരുന്നതിന് മുൻപേ തിരിച്ചു പോവുകയും, കണ്ണു തുറന്ന പിന്നെ ആരെയും കാണത്തില്ല, ആമേൻ എന്ന് പറയുകയും, ഈ സ്കൂളിലെ പിള്ളേർ സ്കൂളിൽ നിന്ന് വെള്ളിരിക്കുമ്പോൾ ഒറ്റ ഓട്ടം പോകല്ലേ, പ്ലീസ് ഒന്ന് സംസാരിക്കുക, ഒന്ന് ഇടപെട, ഒന്ന് ഹൃദയം തുറക്ക്. നീ വരുന്നത് സഭയുടെ യോഗത്തിനാ, നീ വരുന്നത് കൂട്ടായ്മയുടെ യോഗത്തിനാ, നീ വരുന്നത് സ്നേഹത്തിന്റെ യോഗത്തിനാ, നീ വരുന്നത് ആത്മനാഥന്റെ യോഗത്തിനാ, നീ വരുന്നത് ദൈവപുത്രന്റെ സമ്പാദ്യമായ സഭയുടെ ആ ചങ്കിലെ രക്തത്തിന്റെ വിലയായ ദൈവമക്കളുടെ കൂട്ടത്തിലേക്ക്. ഹല്ലേലൂയ.
അതല്ലേ നമ്മുടെ പാരമ്പര്യം? അതല്ലേ ഈ മുറ്റത്ത് കണ്ടു നടന്നത്? അതല്ലേ ഈ ഭാഗങ്ങളിലും കേരളക്കര മുഴുവനും നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നത്? ഈ പുസ്തകം നെഞ്ചകത്തിലെടുത്തുകൊണ്ട് അവർ നടന്നു പോകുമ്പോൾ അവരെ കണ്ട് എത്രയോ പേർ രക്ഷിക്കപ്പെട്ടു. ഇന്നോ ദൈവത്തിന് മാറ്റമൊന്നുമില്ല. ആർക്കാ മാറ്റം? ആർക്കാ മാറ്റം? അത് പറയാതെ മുമ്പോട്ട് പറ്റത്തില്ല. ആർക്കാ മാറ്റം? അങ്ങനെ പറഞ്ഞ പോരാ. ആർക്കാ മാറ്റം? ഞാനാ ശരിയല്ലാതായി പോയത്. ഇന്ന് രാത്രി എനിക്ക് തെറ്റു പറ്റി കർത്താവേ എന്നൊന്ന് കരഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റണം. അവിടെയാണ് വിമോചനമുള്ളത്. അവിടെയാണ് തിരികെ വരവുണ്ടാകുന്നത്. അവിടെയാണ് വിട്ടുപോയവർ തിരിച്ചു വരുന്നത്. അവിടെയാണ് തലമുറകൾ മുൻപിലേക്ക് വരുന്നത്. നമ്മൾ കരഞ്ഞേ മതിയാകും. നമ്മളൊരു സോറി പറയുന്നുണ്ടല്ലോ, കുഴപ്പമുണ്ടോ? നമ്മൾ സോറി പറയുന്നുണ്ട് ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അത് നമുക്ക് മാത്രമുള്ള തോന്നല. നമ്മൾ സോറി പറഞ്ഞാൽ അനേകരെ നേടാൻ കഴിയും. ഇന്ന് രാത്രി അതാ രണ്ടാമത്തെ കാര്യം. എന്താ? കർത്താവ് എഴുന്നള്ളി വരുന്ന യോഗങ്ങളിൽ അത് സഭായോഗമായതുകൊണ്ട് ഞാനതിനെ ഉപേക്ഷിക്കരുത്. മൂന്നാമത്തെ കാര്യം ഞാൻ വളരെ ഭയപ്പെടുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ മൂന്നാമത്തെ വിഷയത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അത് അതിവിശുദ്ധന്റെ മേൽവിലാസവും മുദ്രയും ഉള്ളതാണ് ദൈവസഭയുടെ ഓരോ യോഗങ്ങളും. ഏറ്റവും ഭയത്തോടെ ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കുന്ന ഒരു ഭാഗത്തിലേക്കാണ് തുടർന്നുള്ള മിനിറ്റുകളിൽ നമ്മൾ പോകുന്നത്. സമയം തീരുമ്പോൾ ഞാനെന്റെ വാക്ക് അവസാനിപ്പിക്കും. നിങ്ങൾ ആരും വേറെ എങ്ങോട്ടും നോക്കരുത്, എന്നെ മാത്രമേ നോക്കാവൂ. മൂന്നാമത്തെ കാര്യം എന്താ? എന്തുകൊണ്ട് സഭായോഗത്തെ ഉപേക്ഷിക്കരുത് എന്ന് ചോദിച്ചാൽ, ഈ സഭായോഗങ്ങൾക്ക് ദൈവത്തിന്റെ മുദ്രയും മേൽവിലാസവും ഉണ്ട്. നമുക്ക് ചില വാക്യങ്ങളിലേക്ക് പോകണം. എന്നോടൊപ്പം ഒന്ന് വേഗത്തിൽ വന്നാൽ അത് സന്തോഷമാണ്. ലേവ്യ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 31, 32 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വായിക്കാം. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 22 വേഴ്സസ് 31 and 32 ഒന്ന് എടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിന്റെ ലേവ്യ പുസ്തകം 22-ന്റെ എത്രയായിരുന്നു പറഞ്ഞത്? 31, 32 നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിൽ മൊത്തം വേണമെന്നില്ല, എന്നാലും ആകയാൽ പോരാ, എന്നോട് ചേർന്ന് വായിക്കും. ആകയാൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആദരിക്കണം. അടുത്തത്, ഞാൻ യഹോവയാകുന്നു. ഏറ്റവും പേടിയോടെ വേണം അത് കാണുവാൻ. ഞാൻ യഹോവയാകുന്നു. എന്റെ വിശുദ്ധനാമത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സഭായോഗങ്ങൾക്ക് വരുമ്പോൾ ആ നാമത്തെ നാം വിശുദ്ധീകരിക്കണം. ആ നാമത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം, നിർബന്ധമാണ്. ആ നാമത്തെ വിശുദ്ധീകരിക്കണമെന്ന് പറയുന്നതിന് ഒരു കാരണം ഇതാണ്: സഭായോഗങ്ങൾ യഹോവയുടെ സാന്നിധ്യമുള്ളതായതുകൊണ്ട്, മേൽവിലാസവും മുദ്രയും ഉള്ളതുമായതുകൊണ്ട് ഞാൻ ആ യോഗങ്ങളെ ഉപേക്ഷിക്കാൻ വിചാരിക്കരുത്. അത് ഞാൻ നിങ്ങളോട് ചേർന്ന് ഒരു കാര്യം ഒന്ന് ചോദിക്കാൻ പോകും. ഈ ലേവ്യ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ? ഉൽപ്പത്തി പുസ്തകത്തെ അറിയപ്പെടുന്നത്, ബൈബിൾ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ സൃഷ്ടിയുടെ, ബുക്ക് ഓഫ് ക്രിയേഷൻ ആൻഡ് ബിഗിനിങ്സ്, അതാണ് ബുക്ക് ഓഫ് ജെനസിസ്. മറക്കരുത്, ആരംഭങ്ങളുടെ പുസ്തകമാണ് അത്, സൃഷ്ടിയുടെ പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം ബുക്ക് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ പുസ്തകമാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തു. പുറപ്പാട് പുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യനെ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കും. പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കും. ആ വീണ്ടെടുക്കപ്പെട്ടവർ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബുക്ക് ഓഫ് അഡോറേഷൻ ഓർ വർഷിപ്പ്, ആരാധനയുടെ പുസ്തകമാണ്. ആരാധിക്കാൻ നിൽക്കുക ദൈവത്തിന്റെ ജനം, അതാണ് ലേവ്യ പുസ്തകം. ഈ ആരാധിക്കാൻ വന്നവരോടാണ് പറഞ്ഞത്, ഞാൻ ആരാകുന്നു, ഞാൻ ആരാകുന്നു? കർത്താവ് പറയുക, ഞാൻ യഹോവയാകുന്നു, നിങ്ങൾ എന്റെ വിശുദ്ധ നാമത്തെ എന്ത് ചെയ്യരുത്? ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് വരണം. എന്റെ മനസ്സിൽ കർത്താവ് തന്നൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഏറ്റവും ഭയത്തോടെ ഞാനത് പറയുന്നത്. ഈ പറയുന്ന 23-ാം അധ്യായം ലേവ്യ പുസ്തകത്തില് ഒരു പദപ്രയോഗം ആവർത്തിച്ചു വരുന്നുണ്ട്.
അതെന്താണെന്ന് അറിയാമോ? ആ രണ്ടാം വാക്യം ഒന്ന് നോക്കിക്കേ. എന്നോടൊപ്പം വേഗത്തിലൊന്ന് നോക്കണം. രണ്ടാം വാക്യത്തിൽ ചേർന്ന് ഒരുമിച്ച് വായിച്ചാലും തെറ്റില്ല. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്റെ ഉത്സവങ്ങൾ. അവിടെ ഇസ്രായേലിന്റെ ഉത്സവങ്ങളെ പറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സഭായോഗം എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അത് ഞാനത് കമ്പയർ ചെയ്ത് പറയുന്നു എന്ന് മാത്രം. എന്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ. അപ്പൊ അവിടെ കർത്താവിന്റെ ദിനം കൂടി വരുന്ന ആ കൂടി വരവിനെ വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. എന്നതാ? എന്റെ വിശുദ്ധ, മൈ ഹോളി കോൺവൊക്കേഷൻസ്. അപ്പൊ കർത്താവിന് ഏത് കാലഘട്ടത്തിലായാലും തന്റെ സാന്നിധ്യമുള്ള, തന്റെ രക്തത്താൽ വാങ്ങിയ ആ ദൈവത്തിന്റെ സഭയുടെ യോഗങ്ങൾ, അത് ചെറിയ സഭയുടേതാകട്ടെ വലിയ സഭയുടേതാകട്ടെ, അതിനെ കർത്താവ് കാണുന്നത് എങ്ങനെയാണ്? എന്റെ ആ വാക്കൊന്ന് പറഞ്ഞേ. എന്റെ പാപം ചെയ്യാത്തവർ പറഞ്ഞാൽ മതി. എന്റെ വിശുദ്ധ സഭായോഗം, എന്റെ വിശുദ്ധ. ഞാൻ യോഗത്തിന് പോകാൻ എവിടെ പോവാ? ഞാൻ എവിടെ പോവാ? പറ മക്കളെ, എവിടെ പോവാ? ഞാൻ എന്റെ കർത്താവിന്റെ വിശുദ്ധ സഭായോഗത്തിന് പോകുകയാ. ഇന്ന് പറയുന്നൊരു കാര്യം, പള്ളിയിൽ പോവാണ്. അത് വിട്ടിട്ട് വന്നവരാണ് നമ്മൾ. അത് സംഘടനയാണ്. നമ്മൾ പള്ളിയിലല്ല പോകുന്നത്. നമ്മള് ദൈവത്തെ ആരാധിക്കുവാൻ വിശുദ്ധ സഭായോഗത്തിന് പോകുന്നവരാണ്. സഭയുടെ യോഗത്തിന് പോകുന്നവരാണ്. സഭാ ഹോളിലേക്ക് പോകുന്നവരാണ്. കാരണം അത് കർത്താവിന് വിശുദ്ധ സഭായോഗമാണ്. അത് രണ്ടാം വാക്യത്തിൽ അത് പറഞ്ഞു. എന്നിട്ട് വീണ്ടും താഴേക്ക് വരുമ്പോ മൂന്നാം വാക്യത്തിലുണ്ട് ഏഴാം ദിവസം. എണ്ണിക്കോണം എത്ര പ്രാവശ്യം ഉണ്ട്. ഏഴാം ദിവസം സഹകരിക്കുക. ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം. എന്നിട്ട് വീണ്ടും നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതത് കാലത്ത് വിശുദ്ധ സഭായോഗം. ഓക്കെ, ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോ വിശുദ്ധ സഭായോഗം നിങ്ങൾക്ക് ഒന്നാം ദിവസം ഉണ്ടാകണം. എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം. അന്ന് സാമാന്യ വേല യാതൊന്നും പണ്ട് അങ്ങനെ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാനത് പറയുന്നില്ല. ഓക്കെ, 21-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ നമ്മൾ എന്താ കാണുന്നത്? 21-ാം വാക്യത്തില് അവിടെയും വായിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് തന്നെ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. എന്നിട്ട് വീണ്ടും 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അല്ലെ? സോറി, 27-ാം വാക്യത്തിൽ. 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു എന്താ? ഒന്നാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. ആ വാക്കുകളൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ടത്. പറ്റുമെങ്കിൽ ഞാൻ പറയാൻ സമയപരിധിയില്ല. പിന്നെ നമ്മൾ വായിക്കുന്നു 38-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടത്. അപ്പൊ എത്ര പ്രാവശ്യം വരുന്നു? എണ്ണിയായിരുന്നു. എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 11 പ്രാവശ്യം. ഒന്നുകൂടെ നോക്കിക്കോ. ഇപ്പൊ ഞാൻ സമയം പോകും. നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ റെഫറൻസസ് എണ്ണി നോക്കിക്കോ. 23-ാം അധ്യായത്തിൽ 11 ടൈംസ്, 11 പ്രാവശ്യം. അവിടെ എന്റെ ചോദ്യം, ദൈവം ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? ദൈവം ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണം? പറ, എത്ര പ്രാവശ്യം പറയണം? 10 പ്രാവശ്യം പറഞ്ഞല്ലേ? അവിടുന്ന് മഹാരാജാവല്ലോ, അവിടുന്ന് ദൈവമല്ലോ, അവിടുന്ന് അതിവിശുദ്ധനല്ലോ, അവിടുന്ന് വലിപ്പമുള്ള ദൈവമല്ലോ. ആ ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഇസ്രായേൽ ജനത്തിനോട് ഒന്നല്ല, നമ്മളൊക്കെ തെറ്റിപ്പോകുമെന്ന് അറിഞ്ഞിട്ട് തന്നെ കർത്താവ് പറയുക, പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ പറയുക. അതല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനൊന്ന് പറഞ്ഞായിരുന്നു. ഒന്നല്ല പലവട്ടം പറഞ്ഞായിരുന്നു. 11 പ്രാവശ്യം 23-ാം അധ്യായത്തിൽ 1ഉം 2ഉം അല്ല കേട്ടോ, 11 വട്ടം ഇസ്രായേലിനോട് പറയുക, മൈ ഹോളി കോൺവൊക്കേഷൻസ്, എന്റെ വിശുദ്ധ സഭായോഗം കൂടണം. അപ്പൊ അതാ പറഞ്ഞത്, ഈ യോഗം ഏത് യോഗമാണ്? പ്രിയ ദൈവത്തിന്റെ ജനമേ, അത് വിശുദ്ധ സഭായോഗങ്ങളാണ്. അത് യഹോവയുടെ വിശുദ്ധ സഭായോഗങ്ങളാണ്. അവിടെ നിങ്ങൾ നോക്കിയാൽ ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം. അതെല്ലാം പറഞ്ഞു പോകാനായിട്ട് നിവൃത്തിയില്ല. ഈ 2-ാം വാക്യത്തിൽ ഒരു പ്രയോഗമുണ്ട്, എന്റെ ഉത്സവങ്ങൾ. വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവ. അപ്പൊ ഇതെന്ത് ചെയ്യേണ്ടതാണ്? വിളിച്ചു കൂട്ടേണ്ടതാണ്. ഇസ്രായേൽ മക്കൾക്ക് ഇഷ്ടമുണ്ടോ നോക്കിയിട്ടല്ല വിളിച്ചു കൂട്ടേണ്ടത്, അത് വിളിച്ചു കൂട്ടേണ്ടതാണ്. അത്
ഇസ്രായേൽ പാളയങ്ങളിലെ ദൈവ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സഭയ്ക്ക് ആര് വിളിച്ചു കൂട്ടണം? ശുശ്രൂഷകന്മാർ വിളിച്ചു കൂട്ടണം. ആ വിളിച്ചു കൂട്ടുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? അതും അവിടെ പറയുന്നുണ്ട്. നമ്മൾ താഴേക്ക് വരുമ്പോ പല ഭാഗങ്ങൾ, ഒരു വാക്ക് ഞാൻ നോക്കട്ടെ, ഒന്ന് നോക്കിക്കോട്ടെ. അവിടെ നമ്മൾ താഴേക്ക് വരുമ്പോഴും അത് ആവർത്തിച്ചു വരുന്നുണ്ട്. വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങള് അതിന്റെ 27-ാം വാക്യത്തിൽ, അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകുകയാണ്. വേണ്ടേ? വിളിച്ചു കൂട്ടണം, പിന്നെ ചെയ്യണം? ഉണ്ടാകണം. ഇതാരുടെ ഉത്തരവാദിത്വം? ആദ്യത്തെ ഉത്തരവാദിത്വം ശുശ്രൂഷകന്മാരുടേതായിരിക്കുമ്പോൾ അവർ പറയുന്ന വിഷയത്തിന് ദൈവത്തിന്റെ ജനം ഒന്നടങ്കം ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതാണ് ഉണ്ടാകണം. കാര്യം അത് മോശ ആഗ്രഹിച്ചാലുമില്ലെങ്കിലും, ഇസ്രായേൽ ജനം അതിന് താല്പര്യപ്പെട്ടാലുമില്ലെങ്കിലും, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ സഭയുടെ യോഗങ്ങൾക്ക് ഒരു മുദ്രയുണ്ട്, ഒരു മേൽവിലാസമുണ്ട്. അത് യഹോവയുടെ നാമത്തിലുള്ള വിശുദ്ധ സഭാ യോഗങ്ങളാണ്. നെടുമ്പാശ്ശേരി അസംബ്ലി തുടങ്ങിയ കാലഘട്ടം അത് ഞങ്ങൾ കുറച്ചു പേരല്ല, ഞാൻ വഴിക്കണ്ണുമായിട്ട് ഒരുപാട് പ്രാവശ്യം നോക്കിയിരുന്നിട്ടുണ്ട്. ഇപ്പം കുമ്പനാട് അസംബ്ലിയിൽ 10 പേര് ഒരുമിച്ച് പുതുതായിട്ട് കയറി വന്നാലും കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരാൾ വന്നാലും ഇല്ലെങ്കിലും ഒന്നും തോന്നത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേരുണ്ട്. പക്ഷെ ചെറിയ കൂടി വരുമ്പോൾ ഒരാൾ വരുന്നത് ഒരു ഉത്സവമാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കണം. വിശുദ്ധ സഭായോഗം ആൾ എത്ര ഉണ്ടെന്ന് നോക്കി വെക്കേണ്ടതല്ല. അത് ശുശ്രൂഷകന്മാർക്കൊരു ബോധ്യം വരണം. എന്താ? ഈ യോഗങ്ങൾക്ക് വിളിച്ചുകൂട്ടാൻ ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അത് അവര് പറയുന്ന വിശ്വാസിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ? അത് ഉണ്ടാകേണ്ടത്. അതെന്നാ ചെയ്യേണ്ടത്? എന്നാ ചെയ്യേണ്ടത്? ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പറ. അതെന്നാ ചെയ്യേണ്ടത്? ഉണ്ടാകേണ്ടത്. അതിലാര് പോകണം? ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാറുണ്ട്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഇത് ദൈവപുത്രന്റെ ചോരയുടെ സമ്പാദ്യ, ദൈവത്തിന്റെ സഭ. സാർവത്രിക സഭയുടെ ദൃശ്യരൂപമാണ് നമുക്കറിയാവുന്ന പോലെ പ്രാദേശിക സഭ. നമ്മുടെ ഏതെങ്കിലും ഒരു സഭയ്ക്കൊരു ക്ഷീണം വന്നാൽ അത് നമ്മുടെ ക്ഷീണമാണ്. നമ്മുടെ ഏതെങ്കിലും സഭയിൽ ഒരാൾ ദുഃഖിച്ചാൽ അത് നമ്മുടെ ദുഃഖമാണ്. അടുത്ത സഭയാണ് നോക്കരുത്. എന്റെ കർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ദൈവപുത്രന്റെ മേൽവിലാസമുള്ള സഭകൾക്ക് വേണ്ടി ഞാൻ കരയും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്ഥലം സഭകളിൽ ഒരാൾ വരാതിരുന്നാൽ, ഒരാളുടെ മുഖത്തൊരു മാറ്റം ഉണ്ടായാൽ, അന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതെ കരയുന്ന എത്ര പേരെ കൊണ്ടുതിരിപ്പുണ്ട്. ഞാൻ എത്രയോ രാത്രികളിൽ ഉറങ്ങാറില്ല. ഒരു വിശ്വാസിയുടെ മുഖത്തൊരു മാറ്റം, ലാബാന്റെ മുഖം മുൻപിലത്തെ പോലെയല്ലെന്ന് കാണുന്ന ഒരു ദിവസം ഒരു നല്ല ശുശ്രൂഷകന് ഉറങ്ങാൻ കഴിയില്ല. ഒരു വിശ്വാസിക്ക് അവരെ ദുഃഖിപ്പിക്കാൻ അനുവാദമില്ല. ദൈവസഭയ്ക്ക് വേണ്ടി ചിലര് പറയുന്നൊരു കാര്യമുണ്ട്, പിന്നെ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്, എനിക്ക് ഭയങ്കര പ്രയോജനപ്പെടുന്നുണ്ട്, പക്ഷെ എന്റെ സഭയിലല്ലെന്നേ. നീ കള്ളമാണ് പറയുന്നത്. എന്റെ സഭയിലാണ് ഞാൻ പ്രയോജനപ്പെടേണ്ടത്. എന്റെ സഭയിൽ, എന്റെ വീട്ടിൽ ഞാൻ പ്രയോജനപ്പെടാതെ വേറെ എവിടെയെങ്കിലും പോയി പ്രയോജനപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മളെ ദൈവം ആക്കി വെച്ചത് ആ സഭയ്ക്ക്. നമ്മൾ ആരും യാദൃച്ഛികമായി വന്നവരൊന്നുമല്ല. നമ്മളെ കർത്താവ് വിത്ത് എ പർപ്പസ്, ഒരു ഉദ്ദേശത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, അയ്യോ വഴിത്തലയ്ക്കൽ യാതൊരു കാര്യവുമില്ലാതെ പിണക്കെട്ട് നിന്ന് നമ്മളെ കൃപയാൽ വിളിച്ചകത്ത് കൊണ്ടുവന്നതാണ്. നമ്മളെ യോഗ്യരാക്കി തീർത്തതാ. വിശുദ്ധന്മാരും വിശുദ്ധമതികളും ആക്കിയതാ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ കർത്താവ് ദയ കൊണ്ട് നമുക്ക് തന്നതാ. അങ്ങനെയുള്ള നമ്മൾ ഇന്ന് രാത്രി സഭായോഗങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് എന്നോട് പറയണ്ട, ദൈവത്തോടൊന്ന് പറയാനും പരിശോധിക്കാനും ഇന്ന് രാത്രി സമയം വേർതിരിക്കണം. ദൈവസഭയുടെ കാര്യം ഇന്നാര് ചെയ്തോളൂന്നല്ല, അത് ഇന്നാർക്കുള്ള ജോലിയാണെന്നല്ല. ശുശ്രൂഷപരമായി ദൈവദാസന്മാരുണ്ട്,
വിശ്വാസികളുണ്ട്, ഓരോരുത്തർക്കുള്ള കൃപാവരങ്ങളുണ്ട്. അത് പകുത്തു കൊടുക്കലല്ല, ദൈവം പറയുന്നവർ ചെയ്യലാണ് സഭയ്ക്കകത്തുണ്ടാകേണ്ടത്. എനിക്ക് ഇവിടത്തെ അറിയില്ല, ഞാൻ വന്നിട്ടില്ല ഞായറാഴ്ച. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ എല്ലാം ഈ ഓപ്ഷൻ വെച്ച് കൊടുക്കല, വീതിച്ചു കൊടുക്കല. അത് വിശുദ്ധ ക്രമമല്ല. കൃപാവരങ്ങൾ അനുസരിച്ച് ദൈവ ശുശ്രൂഷകൾ നാം കർത്താവിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചെയ്താലേ സഭയ്ക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. കാരണം ഇത് വിശുദ്ധ സഭയോഗം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിട്ടുവീഴ്ചയില്ലാതെ ദൈവം എനിക്ക് തന്ന സത്യങ്ങളെ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. ആരത് ഏറ്റെടുക്കും? ഇന്ന് കർത്താവ് വന്നാൽ എന്റെ കൈകളുടെ കണക്ക് കൊടുക്കാൻ ബലപ്പെട്ടിരിക്കുന്നു. നീ സഭായോഗത്തെ ഉപേക്ഷിക്കുന്നുണ്ട്. നിന്റെ മക്കൾ എന്തിയേ? നിന്റെ ഭാര്യ എന്തിയേ? നിന്റെ വീട്ടിലുള്ളവരെവിടെ? ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങൾ എന്തേ വന്നില്ല? റെപ്രസെന്റേഷൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവസഭയുടെ യോഗങ്ങൾക്കൊരു മേൽവിലാസമുണ്ട്. അത് അതിവിശുദ്ധന്റെ മേൽവിലാസമാണ്. ഇന്ന് രാത്രി ഒരു തിരിഞ്ഞുനോട്ടത്തിന് മുഖാന്തരമാണ്. സംഘത്തിലെ കർത്താവിനെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നു. നാളെ ഒരുപാട് പ്രാർത്ഥിച്ചു വേണം നമുക്ക് വരാനായിട്ട്. കർത്താവ് കൃപ കാണിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശുഭരാത്രി.